നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനകത്തിൽ നിന്നുള്ള മാത്സ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാൻ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും. അതിനകത്തിൽ കൺഫ്യൂസ്ഡ് ആവുന്ന 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളായിരുന്നു. കഴിവതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനകത്തിൽ ഓപ്ഷനകത്തിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഓപ്ഷനകത്തിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? എന്താ അവർ പറഞ്ഞേക്കുന്നത്? -5 നിന്നും, -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 അല്ലേ, -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ്? അപ്പം നമ്പർ കുറയ്ക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പർ കുറയ്ക്കണം എന്ന് വെച്ചാൽ മൈനസ് ചെയ്യണം, ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്യണം. ആ നമ്പറിനെ ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് -14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അപ്പം കുറയ്ക്കുക എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പോൾ ഏതൊരു സംഖ്യ കുറച്ചാൽ എനിക്ക് -14 കിട്ടും. ആ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ -5 അല്ലേ, ഈ മൈനസ് എക്സിനെ ഞാൻ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. കാരണം ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് -Xനെ ഞാൻ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് +X ആവും അല്ലേ. മൈനസ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് ആകും. ഇനി ഈ -14 ഞാൻ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. -14 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ +14 ആകുന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടി -5 + 14 എന്ന് കിട്ടി അല്ലേ. ഇനി നോക്കിയാൽ -5 + 14 എന്താ പറഞ്ഞേക്കുന്നത്? 2 നമ്പേഴ്സ് ഉണ്ട്, 2 നമ്പേഴ്സ് 5ഉം 14. രണ്ടിൻ്റെയും സൈൻ എന്ന് പറയുന്നത് മൈനസും ഒന്ന് പ്ലസ്സുമാണ് അല്ലേ. അങ്ങനെ ഓപ്പോസിറ്റ് സൈൻസ് കൂട്ടാൻ തന്നു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ചിഹ്നങ്ങൾ കൂട്ടാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം അല്ലേ. വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. 14 നിന്നും 5നെ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. വലുതിൻ്റെ ചിഹ്നം ഏതാ? 14ൻ്റെ സൈൻ അല്ലേ, പോസിറ്റീവ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്നത് 9 എന്ന് കിട്ടി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ല, ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ ഓരോ ഓപ്ഷനും നമ്മുടെ ക്വസ്റ്റ്യനകത്തിലേക്ക് ഇട്ട് നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. അതാ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ ഓപ്ഷനും നമുക്ക് ഇട്ട് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? -5, അതിൽ നിന്നും ഏതോ ഒരു സംഖ്യ കുറയ്ക്കണം അല്ലേ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് -14 കിട്ടണം അല്ലേ. ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഓരോ നമ്പരും മുന്നിട്ട് നോക്കിയേ. ഫസ്റ്റ് നമ്പറായ 9നെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ -5 -9 അല്ലേ. എക്സിൻ്റെ അവിടെ നമ്മൾ 9 കൊടുക്കുന്നു, ഓപ്ഷൻ എ. നോക്കിയാൽ -5 -9 ഇവിടെ രണ്ടിൻ്റെയും സൈൻ മൈനസ് ആയതുകൊണ്ട് തമ്മിൽ കൂട്ടണം. 9ഉം 5ഉം കൂടെ കൂട്ടണം. 9ഉം 5ഉം കൂടെ കൂട്ടിയാൽ 14 കിട്ടും. രണ്ടുപേരുടെയും സൈൻ മൈനസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുന്നു, -14. ഓക്കെ, നിങ്ങൾക്ക് സയൻസ് അറിയാൻ പറ്റാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ സയൻസ് അറിയാത്തവരാണെങ്കിൽ നോക്കിക്കോ. 2 മൈനസ് തമ്മിലാണ് നമുക്ക് തരുന്നതെങ്കിൽ, 2 മൈനസ് തമ്മിൽ കൂട്ടാനാണ് നമുക്ക് തരുന്നതെങ്കിൽ തമ്മിൽ കൂട്ടി മൈനസ് ഇട്ട് കൊടുക്കണം. തമ്മിൽ കൂട്ടണം. ആ 2 നമ്പേഴ്സ് കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കണം. ഇപ്പം പറഞ്ഞതിൻ്റെ കൂട്ട് -5 -9. ഇവിടെ നോക്കിയാൽ രണ്ടിടത്തും മൈനസ് ആണുള്ളത്. 9ഉം 5ഉം കൂടെ കൂട്ടുന്നു, 14, മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഇനി 2 പോസിറ്റീവ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാലോ നമുക്കറിയാം, തമ്മിൽ കൂട്ടിയിട്ട് പോസിറ്റീവ് ഇട്ട് കൊടുക്കണം. ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ ആണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ഈ പോസിറ്റീവും നെഗറ്റീവ് 2 നമ്പേഴ്സ് കാണും അല്ലേ. ഇതിലെ ഏറ്റവും വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കണം. എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ ചെയ്തത് മാതിരി. ഇത്രയാണ് കൂട്ടാനുള്ളതിനകത്ത് നമുക്ക് തരുന്ന ക്രിയകൾ. വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ഇട്ട് കൊടുത്തപ്പോഴേ നമുക്ക് ആൻസർ കിട്ടി -14 അല്ലേ. ബാക്കി നമ്പറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് -9 ഇട്ട് കൊടുക്കാനുള്ള ടെൻഡൻസി വരും. -9 എന്ന് ഇട്ട് നോക്കിയേ. -5 കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മൈനസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ എക്സിൻ്റെ അവിടെ നമ്മൾ വീണ്ടും ഒരു -9 ഇട്ട് കൊടുക്കുന്നു അല്ലേ. ഇത് -9 ഇട്ട് കൊടുത്താലുള്ള കേസാണ് പറയുന്നത്. നോക്കിയാൽ -5, ഈ മൈനസും കൂടെ എന്ത് ചെയ്യും? അടുത്തടുത്ത് 2 മൈനസ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ ഇടയിൽ പ്ലസ് ഇൻറ്റു ചെയ്യുന്നു എന്ന. മൈനസ് ഇൻറ്റു മൈനസ് എന്തായി മാറും? പ്ലസ് ആയി പോവും. +9 എന്നാവും അത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. നമുക്ക് ആൻസർ +4 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ -9 ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി 11 ഇട്ട് കൊടുത്താലോ? നോക്കിയാൽ -5 -11, -5 -11 -16 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 11 അല്ല, -9 അല്ല, -11 അല്ല. ആൻസർ 9 എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഓരോ ഓപ്ഷനും എടുത്ത് ആ ക്വസ്റ്റിനകത്തിലോട്ട് ഇട്ട് നോക്കിയിട്ട് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, താഴെ തന്നിരിക്കുന്നവയിൽ വലുതേത്? ഇവിടെ നോക്കിയേ, 48ൻ്റെ 3/4, 60ൻ്റെ 4/5, 48ൻ്റെ 4/3, 60ൻ്റെ 5/4.
ഓക്കെ, ഇത് നോക്കി ഇൻഡേ എന്നുള്ളതിന് അർത്ഥം ഓഫ് എന്ന. ഓഫ് നമ്മൾ ബോർഡ് മാസ് പഠിച്ചിട്ടുണ്ടല്ലോ, ബ്രാക്കറ്റ് ഓഫ്. ഓഫ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇൻറ്റു ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് അർത്ഥം എന്താ? 48 എന്ന് വെച്ച് കഴിഞ്ഞാൽ 48 × 3/4 അല്ലേ. 48 × 3/4 നമുക്ക് എത്ര കിട്ടും? ഇതേ നോക്കിയേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12, 2 3 6, 1 3 3 36 കിട്ടി. ഇനി 60ൻ്റെ 4/5, 60ൻ്റെ എന്ന് വെച്ചാൽ 60 × 4/5 അല്ലേ, നമുക്ക് എത്ര കിട്ടും? 48 കിട്ടും. അടുത്ത് നോക്കിയാൽ 48ൻ്റെ 4/3, 48ൻ്റെ 4/3 ഇതേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 16, 6 4 24, 4 ഇഷ്ടം 2, 1 4 2 6, 64 കിട്ടി. അടുത്ത് നോക്കിയേ 60ൻ്റെ 5/4, 60ൻ്റെ 5/4 അല്ലേ, നോക്കിയേ 15, 15 × 5 75 കിട്ടി. നോക്കുക, കണ്ടോ, ഓരോന്നും നമ്മൾ ചെയ്ത്. ഇൻഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് എന്നാണ് അർത്ഥം, അതിൻ്റെ അർത്ഥം ഇൻറ്റു ചെയ്യുക എന്നാണ്. 48 × 3/4, 60 × 4/5, 48 × 4/3, 60 × 5/4 അല്ലേ. ഇത് ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ വാല്യൂ കിട്ടി അല്ലേ. ഇതിലേതാ വലുത്? ഇത് 75 വലുത്. അതായത് 60ൻ്റെ 5/4 ആണ് വലുത്. മനസ്സിലായോ? 60ൻ്റെ 5/4 ആണ് വലുത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പെൻസിലിൻ്റെ വില 4.54 ആയാൽ അതുപോലുള്ള 30 പെൻസിലുകളുടെ വില എന്ത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഒരു പെൻസിലിൻ്റെ വില വന്നിട്ടുണ്ട് 4.54 ആണ്. അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള 30 പെൻസിലിൻ്റെ വില എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഒരു പെൻസിലിൻ്റെ വില 4.54 ആണെങ്കിൽ 4.54 ആണ് ഒരു പെൻസിലിൻ്റെ വിലയെങ്കിൽ 30 പെൻസിലിൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? × 30 ചെയ്താൽ മതി അല്ലേ. പക്ഷേ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡെസിമൽ നമ്പേഴ്സിനെ ഗുണിക്കാൻ അറിയാമോ എന്നുള്ളതാണ് അവർ നോക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിനെ ഗുണിക്കുന്നത്? ഇവിടെ നോക്കിയേ, 4.54 അല്ലേ. നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ ഗുണിക്കാൻ തരുമ്പോൾ എന്ത് ചെയ്യും? ആ ഡെസിമൽ അങ്ങ് മാറ്റി വെക്കും. ഡെസിമൽ മാറ്റി വെച്ചിട്ട് അല്ലാതെ ഗുണിക്കും. 454 × 30 എന്ന് ഗുണിക്കും അല്ലേ. ദേ ഗുണിക്കുമ്പോൾ ആദ്യം 0 0 0 വന്നു. 4 3 12, 2 ശിഷ്ടം 1, 5 × 3 15 1 16, 6 ശിഷ്ടം 1 അല്ലേ. 4 × 3 12 1 13. ആൻസർ എത്ര കിട്ടി നമുക്ക്? 13 62 0 എന്ന് കിട്ടി. 13 62 0. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. 4.54 എന്നായിരുന്നു. 4.54. ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഗുണിച്ച നമ്പറിനകത്ത് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടെന്ന് നോക്കണം. ഇവിടെ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, 5ഉം 4ഉം അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് 5ഉം 4ഉം ഉണ്ട്. ഇവിടെ ഡിജിറ്റ് ഒന്നുമില്ല. അപ്പം ക്വസ്റ്റ്യനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും ഡിജിറ്റ് ഇവിടെയും എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഇവിടെ നോക്കിയേ, നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരണം. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 20. ആൻസർ എന്ന് പറയുന്നത് 136.20, ഓപ്ഷൻ സി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് എന്നാൽ കോഡ് കൊടുത്തിട്ടുണ്ട്. റീഡ് എന്നാൽ എങ്ങനെ എഴുതി നമ്മൾ? #4% അല്ലേ. റീഡ് ഉള്ളതിനെ ഇങ്ങനെ എഴുതിയെങ്കിൽ പെയ്ഡും തന്നിട്ടുണ്ട്. പെയ്ഡ് എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ എഴുതി അല്ലേ. പെയ്ഡ് എന്നുള്ളതിനെ ഇങ്ങനെ എഴുതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ RIPE ഇതിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം. നോക്കിയേ, റീഡ് ഇതിനകത്തുള്ള അക്ഷരങ്ങൾ ഏതാ? നോക്കിയേ, ഉണ്ടല്ലേ. ഇവിടെ ഉണ്ട്. അതായത് ന് നേരെ ഏതാ കിടക്കുന്നത്? #. അപ്പോൾ ന് പകരമായിട്ട് നമുക്ക് ആരെ എഴുതാം? ഈ # എന്നുള്ള ചിഹ്നത്തെ ഇടാം. മനസ്സിലായോ? അടുത്ത് നോക്കി, ഇക്ക് നേരെ കിടക്കുന്ന ആരാ? 4 സോറി, വേണ്ട. അടുത്ത അക്ഷരം നോക്കിയേ, 6 കഴിഞ്ഞിട്ട് ഐയുടെ നേരെ കിടക്കുന്ന അക്ഷരം ഏതാ? ഐക്ക് നേരെ ആരാ കിടക്കുന്നത്? 5. ഐക്ക് നേരെ 5. അടുത്ത പി നോക്കിയേ, പിക്ക് നേരെ ഈ സൈഡ്. അടുത്ത നോക്കിയേ, ഇക്ക് നേരെ 4 അല്ലേ. ഇക്ക് നേരെ 4. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. കണ്ടോ, ഓപ്ഷൻ ബി. ഓക്കെ, മനസ്സിലായോ? നോക്കിയേ, ഓരോ അക്ഷരത്തിന് നേരെയും അതിൻ്റേതായ സൈനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലേ. ഈ അക്ഷരത്തിന് നേരെ അതിൻ്റെ സൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലായി നമുക്ക്? നോക്കിയേ, ഇവിടെയും ഡി ഉണ്ട്, ഇവിടെയും ഡി ഉണ്ട്. അതായത് ഇവിടുത്തെ ഡിക്ക് നേരെയും 6 കിടക്കുന്നു, ഇവിടുത്തെ ഡിക്ക് നേരെയും 6 കിടപ്പുണ്ട് അല്ലേ. അടുത്ത നോക്കിയേ, ഇവിടെ എ നോക്കിയേ, ഇവിടുത്തെ എയുടെ നേരെ ആര് കിടപ്പുണ്ട്? പെർസെൻറ്റേജിൻ്റെ ചിഹ്നം കിടപ്പുണ്ട്. ഇവിടെയും എക്ക് നേരെ പെർസെൻറ്റേജിൻ്റെ ചിഹ്നം കിടപ്പുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഓരോ ലെറ്റേഴ്സിൻ്റെയും കോഡാണ് നേരെ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അതേ റൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? RIPയുടെ
കോഡ് മനസ്സിലാക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓറിയൽ റൂം ദെൻ ഡെൻഡൻ. ഓറിയൽ റൂം ടെൻഡൈൻ. നമ്മൾ ടെൻഡൈൻ എന്ന് വെച്ച് കേട്ടിട്ടുണ്ടോ? ടെൻഡൈൻ അല്ലെങ്കിൽ മസിൽ പേശികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നാരുകൾ, ടെൻഡൈനുകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ മസിൽ എന്നാണ്. കാരണം ഓറിയൽ എന്ന് വെച്ചാൽ ജനാല എന്നാണ് അർത്ഥം. ജനാലകൾ എവിടെ? റൂമിനകത്തിലാണ്. ഇതേ റിലേഷൻ മനസ്സിലാക്കിയിട്ട് ഈ ഡെൻഡൈനുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? മസിൽസിനകത്തിലാണ് കാണപ്പെടുന്നത് എന്ന് എഴുതുക. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത നോക്കിയേ. അരുൺ തൻ്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ എന്ത്? ദിശ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇരിക്കുന്നത് എങ്ങോട്ടാണോ ആ ദിശയെ നോക്കി വേണം നമുക്ക് ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരത്തില്ല. അതേ ഇവിടെ നോക്കിയാൽ ക്ലോക്ക് വരച്ചു. ഇവിടെ 6, 12, 9, 3 അല്ലേ? ക്ലോക്കിനകത്തിലെ സമയം ഇങ്ങനെ ആയിരിക്കുമല്ലോ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 മണി. ഇതാണ് 6 മണി എന്ന് പറയുന്നത് അല്ലേ? മണിക്കൂർ സൂചി 6-ലും വരും, മിനിറ്റ് സൂചി 12-ലും വരും. ഇതാണ് 6 മണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് 6 മണിക്ക് മണിക്കൂർ സൂചി വടക്കോട്ട്, ഇത് വടക്ക്. ഓക്കെ, അപ്പോൾ 6 മണിക്ക് വടക്ക്. കണ്ടോ? ഇത് വടക്കാണെങ്കിൽ ഇത് തെക്ക്. ഇനി നമുക്ക് ഇരിക്കുന്ന ഡയറക്ഷനിലേക്ക് വടക്കും തെക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് കിഴക്ക് വരും, ഇത് പടിഞ്ഞാറ് വരും അല്ലേ? പടിഞ്ഞാറ് വരും. ഇനി എന്താ പറയുന്നത്? അങ്ങനെയെങ്കിൽ 9:15 എന്ന് പറയുന്നത് ഇങ്ങനെ വരും സമയം അല്ലേ? ഈ മണിക്കൂർ സൂചി 9-ന് നേരെയും മിനിറ്റ് സൂചി 3-ന് നേരെയും വരുമ്പോഴാണ് 9:15. ആ 9:15 ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശയാണ് ചോദിച്ചിരിക്കുന്നത്. മിനിറ്റ് സൂചി, ഇതാണ് മിനിറ്റ് സൂചി. മിനിറ്റ് സൂചി ഏത് ദിശയിലേക്കായിരിക്കും? പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും. പടിഞ്ഞാറ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്ലസ് എന്നാൽ ഡിവിഷനും മൈനസ് എന്നാൽ ഇൻറ്റുവും ഇൻറ്റു എന്നാൽ പ്ലസ്സുമായാൽ 100 + 10 - 20 × 2 എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ഈ സൈൻ എല്ലാം മാറ്റാം. 100 പ്ലസ് എന്താകും? പ്ലസ് ഡിവിഷൻ ആകുമെന്ന് പറഞ്ഞു. ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അടുത്ത -20. മൈനസ് എന്താവും? ഇൻറ്റു ആവും അല്ലേ? ഇൻറ്റു 20. ഇനി ഇൻറ്റു എന്താവും? പ്ലസ് ആവും. +2 ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡ് മാസ് ആണെന്ന് മനസ്സിലായി. ബോഡ് മാസ് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഡിവിഷൻ ചെയ്യണം അല്ലേ? 100 ഡിവൈഡഡ് ബൈ 10 ആൻസർ കിട്ടും 10 അല്ലേ? 100 ഡിവൈഡ് ബൈ 10 ആൻസർ 10. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ 10 × 20. 10 × 20 200. 10 × 20 200. അതിനുശേഷം അഡിഷൻ 200 + 2 202 എന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒറ്റയാനെ കണ്ടെത്തുക. ഈ ഒറ്റയാനെ കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്യാൻസലായി പോകും. ഇതിനകത്തിലെ ആൻസർ എന്ന് പറയുന്നത് ഈ ഓപ്ഷനകത്ത് എ എന്ന് പറയുന്നത് 7-ൻ്റെ ക്യൂബാണ്. 7-ൻ്റെ ക്യൂബാണ്. ഈ ഒന്നാമത്തെ 343 എന്ന് പറയുന്ന 7-ൻ്റെ ക്യൂബാണ്. 7-ൻ്റെ ക്യൂബാണ്. ഇതാണ് അവരെടുക്കുന്ന റൂളെങ്കിൽ നമ്മുടെ ആൻസർ എ ആയിരിക്കും. ബാക്കിയൊന്നും ക്യൂബായിട്ട് വരുന്ന നമ്പേഴ്സ് അല്ല. ബാക്കി പറയുന്ന നമ്പേഴ്സ് ഒന്നും 1-ൻ്റെയും ക്യൂബ്, ഒരു നമ്പറിൻ്റെയും ക്യൂബായിട്ട് വരുന്നില്ല. എന്തുമാത്രം ഇവിടെ 343 എന്ന് പറയുന്ന 7-ൻ്റെ ക്യൂബായിട്ടാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന ആൻസർ എങ്കിൽ 343 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5, 10, 15, 20, 25 എന്നീ സംഖ്യയുടെ ശരാശരി എന്ത്? എന്നീ സംഖ്യയുടെ ശരാശരി. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ? 5 വീതം 5, 10, 15, 20, 25 ഒരു ക്രമമായിട്ടാണ് പോകുന്നത് അല്ലേ? എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ശരാശരി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ ശരാശരി കാണാനുള്ള ഇക്വേഷൻ? ശരാശരി എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എടുക്കാം. 5 + 10 + 15 + 20 + 25 അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എത്ര നമ്പർ ഉണ്ടോ നോക്കിയാൽ 5 നമ്പർ ഉണ്ട്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. ഇതാണ് സംഖ്യകളുടെ ശരാശരി. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഇത് നോക്കിയാൽ 5 + 10 + 5 + 10 15, 15 + 15 30, 30 + 20 50, 50 + 25 75 എന്ന് കിട്ടി. 75 ഡിവൈഡഡ് ബൈ 5 ആൻസർ കിട്ടും 15 എന്ന്. ആൻസർ 15 എന്ന് കിട്ടും. ഓക്കെ ആണോ? ആൻസർ 15 എന്ന് കിട്ടും. ഇവിടുത്തെ നമ്പർ നോക്കിയേ 15 ഇവിടെ കിടക്കുന്നത് മധ്യത്തിൽ കിടക്കും അല്ലേ? ഇത് നോക്കിയേ 5, 10, 15, 20, 25 5 വീതം കൂട്ടി പോവുക അല്ലേ? ഇതൊരു കറക്റ്റ് ശ്രേണി പോകുന്ന നമ്പറാണ്. 5, 10, 15, 20, 25. ഇതിൻ്റെ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നടുക്കുള്ള നമ്പേഴ്സിന് എടുക്കാം കേട്ടോ. നടുക്കുള്ള നമ്പർ ഓക്കെ. ഇവിടെ 2 നമ്പറുണ്ട്, ഇവിടെ അവശേഷിക്കുന്ന നമ്പറുണ്ട്. എങ്ങനെ? അസെൻഡിങ് ഓർഡർ എഴുതിയിട്ട് നമുക്ക് അതിനകത്തിലെ നടുക്കുള്ള നമ്പറിനെ എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ശരാശരി എന്ന് പറയുന്നത്. കണ്ടോ? 15. ഓക്കെ ആണോ? ഓപ്ഷൻ സി.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ 2 ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ 2n+5 2n+5 ഈക്വൽ ടു 1024 ആയാൽ എക്സിൻ്റെ വില, ഇവിടെ എക്സ് ഒന്നും തന്നിട്ടില്ലല്ലോ, ഇവിടെ n മാത്രമേ ഉള്ളൂ, എന്നിൻ്റെ വില എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വില എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1024നെ ഈ 2ൻ്റെ പവറായിട്ട് എഴുതുക. 1024 എന്നുള്ളത് ഇവിടെ 2 അല്ലേ തന്നിരിക്കുന്നത്, ഇപ്പുറത്ത് 2 ആയതുകൊണ്ട് അതേ 2ൻ്റെ ഏതെങ്കിലും പവർ ആണോ 1024 എന്ന് നോക്കുക. 2ൻ്റെ പവർ ആണോ 1024 എന്ന് നോക്കാൻ എന്ത് ചെയ്യണം, ഈ 1024 ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. 2 കൊണ്ട് ചെയ്യണം. 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 5. 10നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 10നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 2/2 1, 4/2 2 എന്ന് കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 × 2 4 എന്ന് കിട്ടും. ബാക്കി 1 5 10 6 256 അല്ലേ. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 128 എന്ന് കിട്ടും. 128. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 64 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 32 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 2 2. എത്ര 2 ഉണ്ടെന്ന് നോക്കിയേ, 3 6 9 10 10 2 ഉണ്ട്. അതായത് 2/10 ആണ്. 10 2 ഉള്ളതുകൊണ്ട് 2/10 ആണ് 2/10 ആണ് 1024. 2/10 ആണ് 1024. അപ്പോൾ നമുക്ക് ഈ 1024 പകരം 2/10 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 2n+5 ഈക്വൽ ടു 2/10 ആണ്. ഓക്കെ, രണ്ടിടത്തും ബേസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. രണ്ടിടത്തും ബേസ് എന്ന് പറയുന്നത് 2 ആണ്. 2n+5 ഈക്വൽ ടു ഈ 2/10. 2n+5 ഈക്വൽ ടു 2/10. അതായത് n+5 എന്ന് പറയുന്നത് 10ന് ഈക്വൽ ആണ്. n+5 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 10ന് ഈക്വൽ ആണ്. എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം n എന്ന് പറയുന്നത് ഈ +5 അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ -5 ആവും. 10 - 5 5 എന്ന് കിട്ടും. അപ്പോൾ n എന്ന് പറയുന്നത് 5 കിട്ടും. n ഇവിടെ ഉദ്ദേശിച്ചത് x അല്ല, n എന്ന് പറയുന്നത് 5 കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, എന്താ ചെയ്യേണ്ടത്, ഇവിടുത്തെ ബേസ് ഏതാണോ ആ ബേസിലേക്ക് ഈ 1024നെ മാറ്റുക. അതിന് 1024നെ ഈ ബേസ് കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും നമ്മൾ ഓപ്ഷനകത്ത് നിന്ന് തന്നെ കണ്ടുപിടിച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യൻസാണ്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളായിരുന്നു. ഓക്കെ.